കേസിൽ മൂന്നാം പ്രതിയായ CPO അനന്തകൃഷ്ണൻ വിഷം ഉള്ളിൽ ചെന്ന് ആത്മഹത്യ ചെയ്ത നിലയിൽ. കൂടുതൽ വിശദാംശങ്ങളുമായി KK ലൈനിലുണ്ട്. KK പറയൂ. പൂജ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വിഷ്ണു കൊലക്കേസുമായി ബന്ധപ്പെട്ട് മൂന്നാം പ്രതി അനന്തകൃഷ്ണന്റെ വീട്ടിലാണ്. രാവിലെ 6:45 അദ്ദേഹം ആത്മഹത്യ ചെയ്തതായി കാണപ്പെട്ടത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായി ജോണേ, കാര്യങ്ങളൊക്കെ എന്തായി? ഒന്നും ആയില്ല സർ. അത് പെട്ടെന്നൊന്നും തീരുന്നു തോന്നുന്നില്ല. അതൊക്കെ എൻ്റെ വഴിക്ക് നടക്കും. ഡോണ്ട് വറി. നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? സാറേ, സസ്പെൻഷനിലായതുകൊണ്ട് ഞാനും ഫ്രീയാ. റിട്ടയർഡ് ലൈഫ് വെറും ബോറാടോ. ഇടയ്ക്കൊരു ചില്ലിംഗ് ഒക്കെ വേണ്ടേ? നാളെ രാവിലെ 6 o'clock. പിന്നെ മറ്റവനും കൂടി വിളിച്ചോ, അനന്തകൃഷ്ണനെ. അവനും ടെൻഷനിലാടോ. ഓക്കെ സർ. ഞാനത് എങ്ങനെ പറയുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് സാർ. അതാടോ പോലീസുകാരൻ. സാറല്ലേ കേരളത്തെ കണ്ണുനീരിലാഴ്ത്തിയ ആ കുട്ടികളുടെ പീഡന കേസ് അന്വേഷിച്ചത്? അതെ, 2017. എൻ്റെ മനസ്സിന് വല്ലാതെ അലട്ടിയൊരു കേസായിരുന്നു. കേസ് തീരും മുന്നേ ഞാൻ റിട്ടയറായി. ഇപ്പം എല്ലായിടത്തും ഒരേ ന്യൂസാ, വിഷ്ണുവിൻ്റെ കസ്റ്റഡി മരണം. അല്ല സാറേ? ഇയാൾ മര്യാദയ്ക്ക് നോക്കി വണ്ടി ഓടിക്കും. അനാവശ്യ ചോദ്യങ്ങളൊന്നും വേണ്ട. സാറിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, പ്രൈവറ്റ് വണ്ടി വിളിക്കല്ലേ എന്ന്. ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇപ്പോൾ വീണ്ടും ടെൻഷൻ. സോറി സാർ, ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല. ഒരെണ്ണടിക്കടോ, ഫോർമാലിറ്റി ഒന്നും വേണ്ട. വേണ്ട സാർ, ഞാൻ കഴിക്കാറില്ല. പിന്നെ ഡ്രൈവിംഗ് ആണ് എൻ്റെ ഉപജീവന മാർഗം. അതിലും മദ്യം ചേർക്കാനില്ല സാർ. ഇതുപോലെ ഓരോ ഡ്രൈവർമാരും തുടങ്ങുകയാണെങ്കിൽ സർക്കാരിൻ്റെ വരുമാനം എന്താകും? സർക്കാരിനെ കടക്കണിയിലാക്കല്ലടോ. എന്തോടോ ആനയുടെ ചിഹ്നം വിളിയൊക്കെ? അതിവിടെ ഇടയ്ക്കിടയ്ക്കുള്ളതാ സാറേ, കാര്യാക്കണ്ട. സാറേ നമ്മുടെ കേസിൻ്റെ കാര്യം? എൻജോയ്മെൻറ്റ് അതൊക്കെ എൻ്റെ വഴിക്ക് നടക്കും. ഇല്ലെങ്കിൽ നമ്മളത് നടത്തും. ஊரை தெரிஞ்சுக்கிட்ட உலகம் புரிஞ்சுக்கிட்ட கண்மணி என் கண்மணி, நாளும் தெரிஞ்சிடுச்சு ஆளும் புரிஞ்சிடுச்சு கண்மணி என் கண்മണി. സാറേ, ഞാൻ പോയി കിടന്നോട്ടെ. രാവിലെ വണ്ടി ഓടിക്കാനുള്ളതല്ലേ. എടോ, അത് വെള്ളം ഒഴിച്ചിട്ടില്ല.
നമ്മൾ എൻജോയ് ചെയ്യും. എൻജോയ് ചെയ്യണേ ഇങ്ങനെ തന്നെ എൻജോയ് ചെയ്യണം. അനന്തു, 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 ഇവനിത് എവിടെ പോയി കിടക്കുക? സാർ, സാർ, അനന്തു, എന്താ പറ്റിയേ? അനന്തുവിനെ കാണാനല്ല സാർ. എവിടെ പോയി കിടക്കുക? ഒന്ന് വേഗം പാടോ. ആ സാർ. ഇനി എവിടെ പോയി തപ്പാനാ? നോക്കാം സാർ. ആ ഭാഗത്തൊക്കെ നോക്കി. ആ, ഒന്നും കാണുന്നില്ലല്ലോ. നമ്മളിനി എന്ത് ചെയ്യും? എവിടെ പോയി തരയും? എന്ത് ചെയ്യും? നമുക്ക് നോക്കാടോ. സാർ, സാറേ, എന്താ ജോണേ? അനന്തു എവിടെ? അനന്തു, അനന്തു, എന്ത് പറ്റി നോക്കടോ. എടോ അനന്തു, എണീക്കടോ അനന്തു. സാറേ, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. ഓരോന്ന് വലിച്ചു കയറ്റിട്ട് ഭഗവത്ഗീത പറയണല്ലേ. ഏതാ സാധനം? എവറിത്തിങ് ഈസ് ഓൾവേസ് റൈറ്റ്. ഇന്നലെ വന്നപ്പോൾ മുതൽ പ്ലേസ് ഇസ് നോട്ട് കംഫർട്ടബിൾ ഫോർ us. ഇന്നലെ അനന്തരം സംഭവിച്ച ഇൻസിഡൻറ്റ് തന്നെ. തനിക്കൊന്നും ഓർമ്മയില്ലേ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന്? ഇന്നലെ കഴിച്ചത് കുറച്ച് അധികമായിപ്പോയി. പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. രാത്രി കാട്ടിലൂടെ ആരെ എന്നെ വലിച്ചിഴിക്കുന്ന പോലെ തോന്നി. എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല. പിന്നെ നിങ്ങൾ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. Somebody is following. Maybe a stranger. അവിടെ ഇരിക്കും സാറന്മാരെ, ഞാൻ നോക്കിയിട്ട് ആരാ വരാം. പുറത്ത്? അറിയില്ല. അതെ, അകത്തോട്ട് വാ, അകത്തോട്ട് വാ, വാ. വാ, ഇരിക്കേ. എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്? ഏതോ ഗോസ്റ്റിനെ കണ്ട പോലെ. നമുക്കൊരെണ്ണം ഒഴിച്ചാലോ? സാറിൻ്റെ ഗ്ലാസ് അങ്ങോട്ട് പോട്ടെ. ആരാ ചോദിക്കേ? Cheers.
നീ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം നീ തന്നെ അനുഭവിക്കണം. അവസാനത്തെ അത്താഴവും കഴിഞ്ഞ് ഞാനിതാ മടങ്ങുന്നു. നോക്കട്ടെ സർ, ഹീസ് ഡെഡ് സർ, ഹീസ് ഡെഡ് സർ, വി ആർ ട്രാപ്ഡ്. പോലീസിൽ അറിയിക്കണ്ടേ? എന്തിന്? ഞങ്ങളും പോലീസുകാരാ, ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, അല്ലേ സാറേ? എടുക്ക്, പിടിക്കടോ. ഇങ്ങോട്ട് വേഗം വേഗം. ഒരു പാവം യുവാവിനെ കഞ്ചാവ് കേസിൽപ്പെടുത്തി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. നിങ്ങളത് ആത്മഹത്യയ്ക്ക് മാറ്റി. നിങ്ങൾ പോലീസ് എനിക്ക് തന്നെ കളങ്കമാണ്. ആദ്യം വിഷം കലർത്തിയ മദ്യം ഞാൻ കുടിച്ചു. ഇപ്പം നിങ്ങളും. വിത്തിൻ മിനിറ്റ്സ് ദാറ്റ് ഈസ് യുവർ ലൈഫ് സ്പാൻ. മരണമൊഴിയെങ്കിലും സത്യസന്ധമാവട്ടെ. എന്ത് സാർ ഇത്? സാറ് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇതിനൊക്കെ കൂട്ടുനിന്നത്. എന്നിട്ടിപ്പോ ഇതിനെല്ലാം കാരണം SP സാറാണ്. ആർക്കൊക്കെയോ വേണ്ടി ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു. താൻ ഓരോന്നും വിളിച്ചു പറഞ്ഞിരിക്കടോ. ഞാൻ ചെയ്യിപ്പിച്ചെങ്കിലേ അത് DGP IG അറിഞ്ഞുകൊണ്ടാ, മനസ്സിലായോ? ഒരുപാട് തവണ വേണ്ടെന്ന് പറഞ്ഞതല്ലേ സാറേ? എന്നിട്ടും ആ പയ്യന്റെ നിലവിളി നമ്മൾ ആരും ഒന്നും കേൾക്കാൻ പോയില്ല. എനിക്ക് മരിക്കാൻ വയ്യടോ. വണ്ടി എടുക്കണോ ഹോസ്പിറ്റലിലേക്ക്? സർ, ഊരിക്കളയടോ വേഗം. നെഞ്ചെരിയുന്നടോ. ഒന്ന് വേഗം വണ്ടി വിട്. എന്റെ അനന്ത, അവൻ ആരാ? ഇതെല്ലാം സാറിന്റെ കുഴപ്പാ. സാറാണ്, സാറ് മാത്രമാണ്. ഞങ്ങളോടൊന്നും ചോദിക്കരുത്, ഞങ്ങളല്ല. ഒരുമാതിരി വർത്താനം പറയരുതട്ടാ സാറേ, ഇത് തർക്കിക്കാനുള്ള സമയമല്ല. ചാവാൻ പോകുന്ന പോക്കാണിത്. ഒന്നും പെണ്ണാട്ടിരിക്കണ ജോണേ. ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ്. എന്ത് വിഷമം കളിക്കത്തെന്ന് ആർക്കറിയാം. എല്ലാരും പോയല്ലോ ദൈവേ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാ? ബോഡി എവിടേക്കാ പോയേ? അവിടെ പിടിക്കും. ആർക്കും ആരെയും കൊല്ലാനുള്ള അധികാരമില്ല. അതിനുള്ള ലൈസൻസായി മാറരുത് പോലീസ് യൂണിഫോം. എവിഡൻസ്, അതാണ് കോടതിക്ക് വേണ്ടത്. അവിടെ മറ്റൊന്നിനും പ്രാധാന്യമില്ല. നോ ഇമോഷൻസ്, നോ കമ്മിറ്റ്മെൻറ്റ്സ്. ഇനി ഞങ്ങളുടെ വിഷ്ണുവിന് നീതി ലഭിക്കും. ഇത്ര കാലം കേസ് നടത്തിയിട്ടും ഒന്നും ഇവിടെ ആവണില്ലല്ലോ വിഷ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെ നീതി കിട്ടാനാ? അപ്പുറത്ത് പോലീസും മന്ത്രിമാരും അല്ലേ. ഞങ്ങളെല്ലാം വിറ്റ് പെറുക്കിയിട്ടായാലും കേസ് ഞാൻ നടത്തും. ഇല്ലെങ്കിൽ ദൈവം കനിയണം. ഹലോ ചേട്ടാ, ഒരു ഓട്ടോ ഉണ്ട്, ഒന്ന് പോകാവോ? കാർ ഇവിടെ ഉണ്ട്, പ്രൈവറ്റ് ആണ്, കുറച്ച് പോലീസുകാരാ. പോലീസുകാരോ? അത് ചേട്ടാ, നമ്മുടെ വിഷ്ണുവിൻ്റെ കേസിലെ ആ റിട്ടയർഡ് SP നമ്മുടെ ട്രാവൽസിലേക്കാണ് വിളിച്ചത്.
പ്രൈവറ്റ് വണ്ടി മതി എന്ന് പറഞ്ഞു. അതാ ചേട്ടനെ വിളിച്ചത്. എന്നാൽ നമുക്കൊരു കളി കളിച്ചാലോ? നീ എൻ്റെ കൂടെ നിൽക്കൂ. പിന്നെന്താ, നമ്മുടെ വിഷ്ണുവിന് വേണ്ടിയല്ലേ. ഏറെ വിവാദമായ വിഷ്ണു കൊലക്കേസിന് വിരാമമായി. റിട്ടയർഡ് SP ജോസഫ് ചെറിയാൻ, SI ജോൺ പീറ്റർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതിക്ക് വ്യക്തമായി. വിധി പ്രസ്താവന അടുത്ത മാസം 13-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. അതുവരെ പ്രതികൾ റിമാൻഡിൽ തുടരും. 3-ാം പ്രതിയായ CPO അനന്തകൃഷ്ണൻ മുൻപേ ആത്മഹത്യ ചെയ്തിരുന്നു.